പെട്രോൾ ബോംബ് ആക്രമണം നടത്തി തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഭവശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്ക് നിർത്തിയിട്ട ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വാണിവിലാസിനിയിലെ സംഭവ സ്ഥലത്തും എത്തിച്ചാണ് പോലീസ് തെളിവുകൾ ശേഖരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 2:30ഓടെയായിരുന്നു ചുനങ്ങാട് വാണിവിലാസിനിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിനു നേരെ പെട്രോൾ ബോംബേർ ഉണ്ടായത്. വീട് നിർമ്മാണത്തിനെത്തിയ 2 തൊഴിലാളികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ പിടിയിലായ 34കാരൻ മനയങ്കത്ത് നീരജുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തൊഴിലാളികൾ തന്നെ കളിയാക്കുന്നുവെന്ന് ധരിച്ചാണ് നീരജ് ആക്രമണത്തിന് മുതിർന്നതെന്ന് പോലീസ് പറഞ്ഞു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിനു മുന്നിൽ 6 തൊഴിലാളികളാണ് കിടന്നുറങ്ങിയിരുന്നത്. ഇവർക്കു നേരെയായിരുന്നു പെട്രോൾ ബോംബ് ആക്രമണം. ആക്രമണത്തിൽ നിന്നും രക്ഷനേടാൻ ശ്രമിച്ച തൊഴിലാളികളായ ജിതിനും ബാലനും നേരെ പ്രതി കത്തിവീശി. കുതറി ഓടിയതിനാൽ ഇവർ 2 പേരും രക്ഷപ്പെട്ടു. ആക്രമണം നടത്തിയ ശേഷം പ്രതി നീരജ് തന്റെ ബൈക്കെടുത്ത് കയ്യിലുണ്ടായിരുന്ന കത്തി സമീപത്തെ വളപ്പിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് നിർത്തിയിട്ട് കൊച്ചിയിലേക്ക് തീവണ്ടി കയറി. കൊച്ചിയിലുള്ള സുഹൃത്തുക്കളെ ബന്ധപ്പെടാനാകാതെ കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂർ പോത്തന്നൂരിൽ എത്തുകയായിരുന്നു. ഇതിനിടെ ഒറ്റപ്പാലം പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പ്രതിയുടെ സുഹൃത്തു വലയങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോത്തന്നൂരിലെത്തിയ അന്വേഷണ സംഘമാണ് നീരജിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച കത്തിയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.